Hello students, welcome back to another online session of banking and insurance. Today we are going to learn a new topic in the area of banking and insurance, that is customer of a bank, or those who are the special type of customers in a banking industry. Who is a bank customer? The term customer of a bank is not defined by law. ബാങ്കിന്റെ കസ്റ്റമർ ആരാണെന്നുള്ളത് ഒരിക്കലും ഒരു ലോയിലും ഡിഫൈൻ ചെയ്തിട്ടില്ല. Ordinarily, a customer is someone who has account with the bank. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ള ആരെയും നമുക്ക് എന്ത് പറയാം, കസ്റ്റമർ എന്ന് വിളിക്കും. According to the verdict of courts in India, in order to constitute customer, a person should satisfy the following two conditions. According to verdict of courts in India, in order to constitute customer, a person should satisfy the following two conditions. താഴെ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ആരെ നമുക്ക് എന്ത് പറയാം, കസ്റ്റമർ എന്ന് പറയാം. He should have an account with the bank. അയാൾക്ക് എന്തുണ്ടായിരിക്കണം, ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. The dealing should be of a banking nature. അതേപോലെ തന്നെ ബാങ്കിങ് നേച്ചർ ആയിട്ടുള്ളതായിരിക്കണം എന്ത്, ആ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള എല്ലാ ഡീലിങ്സും. Then rights of a bank customers. What are the rights of a banking customers? ഒരു ബാങ്ക് കസ്റ്റമേഴ്സിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്തൊക്കെയാണ്? Right to fair treatment. The bank should not discriminate customers in terms of their gender, age, religion, caste, etc. എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യണം, ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ജെൻഡറിന്റെ ബേസിലോ ഏജിന്റെ ബേസിലോ റിലീജിയൻ ബേസിലോ ഒന്നും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. Then right to transparency, fair and honest dealing. All contracts must be transparent and easily understood. അതായത് ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അതായത് ഈസി ആയിട്ട് മനസ്സിലാവുകയും വേണം. Then right to suitability. The product must be offered in accordance with the customer's needs. Never compel customers to buy products and services not suitable to them. The customer have the right to choose their product, choose their banking services or choose their banking products. കസ്റ്റമേഴ്സിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ്, അതായത് ബാങ്ക് നമുക്ക് തരുന്ന പ്രോഡക്ട്സിൽ അവർക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പാടില്ല, കമ്പൽ ചെയ്ത് എടുപ്പിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ബാങ്കിൽ ഒരാൾക്ക് ഒരു 2 lakh അബൌട്ട് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും ബാങ്കിൽ. പക്ഷെ ബാങ്കിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിന് മുന്നിൽ ഒരു ഓപ്ഷൻ വെക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള നിങ്ങളുടെ ഇത്രയും എമൗണ്ടിന്റെ 2 lakh റുപ്പീസിന്റെ മേലെ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ ബാങ്ക് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈവൻ ആ ഒരു താല്പര്യം പോലും കസ്റ്റമറിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി കസ്റ്റമറിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കമ്പൽ ചെയ്ത് നിങ്ങൾ എന്തായാലും ക്രെഡിറ്റ് കാർഡ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കമ്പൽ ചെയ്ത് അവരെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി പാടില്ല. അവർക്ക് അവരുടെ അതായത് ബാങ്ക് തരുന്ന പ്രോഡക്റ്റ്, അതായത് ബാങ്ക് തരുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, ലോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് സർവീസസ് ഉണ്ട്, ATM സർവീസസ് ഉണ്ട്, ഇന്റർ ബാങ്കിങ് സർവീസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് ബാങ്ക് തരുന്നത്. അപ്പൊ അവർക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, കസ്റ്റമറിനുണ്ട്. ഒരിക്കലും കമ്പൽ ചെയ്ത് എടുപ്പിക്കാൻ പാടില്ല. Then right to privacy. Bank have to keep customers' personal information confidential. ബാങ്ക് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ എല്ലാ ഇൻഫർമേഷനും കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം. Then right to grievance redressal and compensation. ബാങ്കിന് അതായത് കസ്റ്റമറിന് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ട്, കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾ, അതായത് ബാങ്കിന് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ട്, കസ്റ്റമേഴ്സിന് ബാങ്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്ത് പ്രശ്നങ്ങളും പരിഹരിച്ച് അല്ലെങ്കിൽ അതിന് ബാധ്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഇതും കൂടെ ഉണ്ട്. Who can become a bank customer? ആരെയാണ് നമ്മൾ ബാങ്ക് കസ്റ്റമർ എന്ന് വിളിക്കുന്നത്? Ordinary customer. Residential individuals who have completed 18 years of age. സാധാരണ ഒരു റെസിഡൻഷ്യൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം. അയാൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ അയാൾ നമ്മൾ എന്ത് പറയുന്നു, ബാങ്കിന്റെ ഓർഡിനറി കസ്റ്റമർ എന്ന് വിളിക്കുന്നു. Then special type of customers. Those who distinguished from ordinary customers by some special features. ഓർഡിനറി കസ്റ്റമറിൽ ഉൾപ്പെടാത്ത സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, സ്പെഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൈനർ, അതായത് 18 വയസ്സ് തികയാത്ത ആള്, ഏജന്റ്, പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ലുണാറ്റിക് പേഴ്സൺസ്, ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഡ്രങ്കാർഡ്സ്, ഇവരെയൊക്കെ നമുക്ക് എന്ത് പറയാം, ബാങ്കിന്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണെന്ന് പറയാം. ബാങ്കിന് രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഓർഡിനറി കസ്റ്റമർ ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ട്. ഓർഡിനറി കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ബാങ്കിന്റെ ഓർഡിനറി കസ്റ്റമർ ആവാനുള്ള
അവകാശമുണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ളത് എന്താണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ്. മൈനർ, ഏജന്റ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ. Then special type of customer. A banker has to open and operate account for different type of customers such as individuals, minor, partnership firm, joint stock company, etc. The capacity of certain person to enter into a valid contract is restricted by law. അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള കോൺട്രാക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലോ പ്രകാരം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ് ആർ കോൾഡ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ. അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റാതെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ലോ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബാങ്കിന്റെ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കോൺടാക്ട് അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത്. The banker must take the necessary precautions in dealing with such customer. ഇങ്ങനെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറുമായിട്ട് ബാങ്ക് ഡീൽ ചെയ്യുമ്പോൾ കുറച്ച് certain precautions കൂടി മുൻകൂട്ടി എടുക്കേണ്ടതുണ്ട്. സം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ, ഇവരൊക്കെയാണ് കുറച്ച് ബാങ്കിന്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ. മൈനർ, മാരീഡ് വുമൺ, ഏജന്റ്, ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ, പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് ബാങ്കിന്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് വിളിക്കുന്നത്. The first one is minor. A person who has not completed 18 years of age is a minor. ഒരു പേഴ്സൺ അയാളുടെ 18 വയസ്സ് കഴിയാത്തൊരു പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനർ എന്ന് വിളിക്കുന്നത്. When a guardian is appointed for a minor by the court, minority extended to 21 years. അതായത് ഒരു മൈനറിന് എന്ത് അപ്പോയിന്റ് ചെയ്യും? ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യും അയാളുടെ 21 വയസ്സ് കഴിയുന്നതുവരെ. According to Indian Contract Act, a minor is not capable of entering into a valid contract. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു മൈനർ എന്തല്ല? ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വാലിഡ് അല്ല. ഇറ്റ്സ് നോട്ട് ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ആൻഡ് എഗ്രിമെന്റ് വിത്ത് മൈനർ ഈസ് വോയിഡ്. പക്ഷെ എന്താണ്? എഗ്രിമെന്റുമായിട്ടുള്ള മൈനറിന്റെ കോൺട്രാക്ട് എന്താണ്? വോയിഡ് ആണെന്നാണ് പറയുന്നത്. മൈനർ ഈസ് നോട്ട് ബൗണ്ട് ടു റീപേ മണി ബോറോഡ് ബൈ ഹിം. മൈനറിനെ എന്തുണ്ട്? അതായത് ബോറോ ചെയ്ത മണി റീപേ ചെയ്യണമെന്നില്ല. The banker can open an account in the name of a minor, but he should be very careful in dealing with a minor. മൈനറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബട്ട് he should be very careful in dealing with minor. ബാങ്ക് മൈനറുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ മൈനറുമായിട്ടുള്ള ഒരു ഡീലിങ്സ് വെക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നോ റിസ്ക് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഓപ്പണിംഗ് എ ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ മൈനർ. അതായത് മൈനറിന്റെ പേരിൽ ഒരു ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന കേസിൽ ഒരു റിസ്ക്കും ഇൻവോൾവ് ചെയ്യുന്നില്ല. ദ റിസ്ക് ഈസ് ഇൻവോൾവ് ഓൺലി ഇഫ് ലോൺ ഓർ അഡ്വാൻസ് ഈസ് പ്രൊവൈഡഡ് ടു ദ മൈനർ. പക്ഷേ 18 വയസ്സ് തികയാത്തൊരു മൈനറിന് ബാങ്കിൽ നിന്ന് ലോണോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും അഡ്വാൻസസോ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത്? അതിലാണ് ഹൈ റിസ്ക് ഇൻവോൾവ് ചെയ്തില്ല. അല്ലാതെ മൈനർ ബാങ്കിൽ ചെന്നിട്ട് ഒരു ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ തിരിച്ച് മൈനറിന് ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ബാങ്ക് വളരെ റിസ്കിൽ ഏർപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ ബോറോ ചെയ്ത എമൗണ്ട് റീപേ ചെയ്യണം എന്നുള്ളത് എവിടെ നിയമത്തിലില്ല. The precautions in dealing with a minor. Not to open current account in the name of a minor. ഒരിക്കലും ഒരു മൈനറിന്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. The account will never be allowed to be overdrawn. The savings of fixed or recurring bank account deposits can be opened by a minor of any age through his or her natural or of legally appointed guardian. അതായത് മൈനറിന്റെ പേരിൽ സേവിങ്സ് അക്കൗണ്ടും ഫിക്സഡ് അക്കൗണ്ടും റിക്കറിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ പേരിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ലീഗലി അപ്പോയിന്റഡ് ബൈ ദ ഗാർഡിയന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. മൈനേഴ്സ് എബവ് ദ ഏജ് ഓഫ് 10 years may be allowed to open and operate savings bank account independently. അതായത് 10 വയസ്സിന് മുകളിലുള്ളൊരു മൈനർ ആണെങ്കിൽ അയാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അയാളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ദ മൈനർ ഡൈസ്, ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഈസ് അലൗഡ് ടു ബി വിഡ്രോൺ ബൈ ദ ഗാർഡിയൻ. ഇൻ ദ കേസ് അതായത് മൈനർ മരിച്ചു എന്ന് വിചാരിക്കും, ദ ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഈസ് അലൗഡ് ടു ബി വിഡ്രോൺ ബൈ ദ ഗാർഡിയൻ. A minor may draw, endorse or negotiate a check or bill, but he cannot be held liable on such document. അതായത് മൈനറിന് ചെക്കും അതേപോലെയുള്ള ചെക്കും ഇങ്ങനെയുള്ള ബില്ലും കാര്യങ്ങളൊക്കെ എൻഡോസ് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ആ എൻഡോസ് ചെയ്ത ചെക്കിലും അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത ചെക്കിലൊന്നും ആര് ലയബിൾ ആയിരിക്കില്ല? മൈനർ ലയബിൾ ആയിരിക്കില്ല. എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് partner to the benefit of the partnership with the consent of all the partners, but he will not be liable for the debt incurred by the firm.
അതായത് ഒരു മൈനറിനെ പാർട്ട്ണറായിട്ട് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൺസെന്റ് അല്ലെങ്കിൽ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹി വിൽ നോട്ട് ബി ലയബിൾ ഫോർ ദ ഡെപ്റ്റ് ഇൻക്യൂർഡ് ബൈ ദ ഫേം. ഈവൻ ആ ഫേമിന് ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഡെപ്റ്റ് ഇൻക്യൂർ ചെയ്യാനുള്ള ബാധ്യത ആർക്കില്ല, മൈനറിന് ഇല്ല. എ മൈനർ ക്യാൻ ആക്ട് ആസ് ആൻ ഏജന്റ് ഇഫ് ദ ബാങ്കർ ഗെറ്റ്സ് ദ റിട്ടേൺ അതോറിറ്റി ഫ്രം ദ പ്രിൻസിപ്പൽ ഡീലിംഗ് വിത്ത് സച്ച് മൈനർ ഏജന്റ് വിൽ ബി വാലിഡ് ആൻഡ് ബൈൻഡിങ് ഓൺ ഹിസ് പ്രിൻസിപ്പൽ. മൈനർ എന്തുമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. Then married woman. A married woman is competent to enter into a contract. ഒരു married woman എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ബാങ്കിങ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. The present banking practices do not consider married woman as a special customer. അതായത് ഇന്നത്തെ നമ്മുടെ പ്രസന്റ് ബാങ്കിങ് നേച്ചർ ഒരിക്കലും മാരീഡ് വുമണിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. എ ബാങ്കർ ഷുഡ് നോട്ട് ഗ്രാൻഡ് എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ടു എ മാരീഡ് വുമൺ കൺസിഡറിംഗ് ദ പ്രോപ്പർട്ടി ഓഫ് ഹെർ ഹസ്ബൻഡ്. ഇത് ഒരിക്കലും ഒരു ബാങ്ക് ഒരു മാരീഡ് വുമണിന് ലോണോ കാര്യങ്ങളോ ഗ്രാൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അവരുടെ ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി മെഷർ ചെയ്തിട്ടൊന്നും ലോൺ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഹസ്ബൻഡ് ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ ഹെർ പേഴ്സണൽ ഡെപ്റ്റ്. ഹസ്ബൻഡ് ഒരിക്കലും ആ മാരീഡ് വുമന്റെ പേഴ്സണൽ ഡെപ്റ്റിന് ബാധ്യസ്ഥനല്ല. എക്സെപ്റ്റ് ഫോർ പർച്ചേസിങ് നെസസറി ഓഫ് ലൈഫ്. അതായത് ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ബാധ്യസ്ഥനാണ്. അതായത് പർച്ചേസിങ് നെസസറി ഓഫ് ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തിനേലും ആണെങ്കിൽ ലയബിൾ ആണ്. പക്ഷെ അല്ലാതെ അവർ സ്വന്തം ഉണ്ടാക്കി വെക്കുന്ന പേഴ്സണൽ ഡെപ്റ്റ് ഒന്നും എൻക്വയറി ചെയ്യാൻ പേഴ്സണൽ ഡെപ്റ്റ് ഒന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനല്ല എന്നാ പറയുന്നത്. ബിഫോർ ഗ്രാൻഡിങ് എ ലോൺ ബാങ്കർ ഷുഡ് എക്സാമിൻ ഹെർ ഓൺ അസറ്റ്സ് ഓർ പ്രോപ്പർട്ടി ആസ് എ സെക്യൂരിറ്റി. അതായത് അങ്ങനെ ഒരു മാരീഡ് വുമണിന് നമ്മളൊരു ലോൺ കൊടുക്കുമ്പോൾ ബാങ്ക് ആദ്യം തന്നെ എന്ത് എക്സാം ചെയ്തിട്ടുണ്ടായിരിക്കണം, അവരുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓൺ അസറ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. Then agent. An agent is permitted to open and operate bank account in the name of a principal. Agent നമുക്കറിയാം ഒരാളുടെ ഒരു പ്രിൻസിപ്പളിന്റെ ഏജന്റ് ആയിട്ട് ബാങ്കിലെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിനാണ് ഏജന്റ് എന്ന് പറയുന്നത്. The banker should get a mandate from the principal allowing the agent to operate the account. അതായത് ഏതെങ്കിലും ഒരു പേഴ്സണിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരാളെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. അയാളെ ആ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിപ്പിക്കുന്ന ആളെയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിലെ ഏജന്റിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിൻസിപ്പളിന്റെ ഒരു പെർമിഷൻ ഉണ്ടായിരിക്കണം. ബാങ്കർ ഷുഡ് അസർട്ട് ഇൻ ദ സ്കോപ്പ് ഓഫ് പവേഴ്സ് ഓഫ് ഏജന്റ് മെൻഷൻഡ് ഇൻ ദ മാൻഡേറ്റ്. അതായത് ബാങ്കർ കറക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്തൊക്കെ പവേഴ്സ് ആണ് ആ ഏജന്റിന് പ്രിൻസിപ്പൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ദ അതോറിറ്റി ഗിവൺ ടു ദ ഏജന്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ബൈ ഡെത്ത്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രിൻസിപ്പൾ. ഈവൻ അയാളുടെ പ്രിൻസിപ്പൾ മരിച്ചു എന്ന് വിചാരിക്കുക, അതായത് ഡെത്തോ ഇൻസോൾവൻസി ഇൻസാനിറ്റിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇൻ ദീസ് കേസ് ദ ബാങ്കർ ഹാസ് ടു സ്റ്റോപ്പ് ഓൾ ദ ഓപ്പറേഷൻ ഇൻ ദിസ് അക്കൗണ്ട്. ബാങ്കറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ആ ഒരു ഏജന്റിന്റെ എല്ലാ ട്രാൻസാക്ഷൻസും സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then fourth one, joint account. When two or more persons open an account jointly, it is called joint account. രണ്ടിലധികമോ ആൾക്കാർ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മൈനർ ആൻഡ് ഗാർഡിയൻ, ഇതൊക്കെ ജോയിന്റ് അക്കൗണ്ടിന് എക്സാമ്പിൾ ആണ്. There are no restrictions on the number of account holders in a joint account. അതായത് അവിടെ ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. The application for opening the account must be signed by all persons. അതായത് ബാങ്കിലെ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ജോയിന്റ് അക്കൗണ്ട് എടുക്കുന്ന എല്ലാ ആൾക്കാരും അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. The banker should get written instructions regarding the operations of the account. ബാങ്കറിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കണം, റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ബാങ്കിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആരുടെ നെയിമിലാണ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ജോയിന്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, 3-4 ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാ 4 ആൾക്കാർക്കും ചെന്നിട്ട് ബാങ്കിന്റെ ഓപ്പറേഷൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പേഴ്സണിന് മാത്രമേ ആ ബാങ്കിന്റെ എല്ലാ ഓപ്പറേഷൻസിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആരാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ളൊരു റിട്ടൺ ഡോക്യുമെന്റ്, റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ബാങ്കിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. The authority given to operate the account can be revoked by any of the joint account holder if a stop payment order is received from any of the joint account holder. അതായത് ജോയിന്റ് അക്കൗണ്ട് എടുത്ത സമയത്ത് ഏതെങ്കിലും ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യണം, അത് ദ ബാങ്കർ ഹാസ് ടു ഒബേ ഇറ്റ്. ബാങ്ക് അത് അനുസരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 4 ആൾക്കാർ ചേർന്നൊരു ജോയിന്റ് അക്കൗണ്ട് എടുത്തു, അതിൽ ഏതെങ്കിലും ഒരു പേയ്മെന്റ്, അതായത് നമ്മൾ 4 ആൾക്കാരിൽ ഏതെങ്കിലും ഒരു ABCD എന്ന് പറയുന്ന 4 ആൾക്കാർ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു.
എനെ നമ്മൾ ബാങ്കിന്റെ എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ എ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പേയ്മെന്റ് ബാങ്കിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ അയാളുടെ പേഴ്സണൽ യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ബാക്കിയുള്ള ഏതെങ്കിലും അക്കൗണ്ട് ഹോൾഡറിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഏതെങ്കിലും അക്കൗണ്ട് ഹോൾഡർ ആ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് അത് എന്ത് ചെയ്യണം, അത് അനുസരിക്കണം. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എനി ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദ അക്കൗണ്ട് ഈസ് പേയബിൾ ടു ദ സർവൈവേഴ്സ്. അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഹോൾഡർ മരിച്ചു എന്ന് വിചാരിക്കും, ബാക്കിയുള്ള ബാലൻസ് ഒക്കെ ആർക്ക് കൊടുക്കും, സർവൈവേഴ്സിന് കൊടുക്കുന്ന പറയുന്നത്. ഇഫ് ദ ജോയിന്റ് അക്കൗണ്ട് ഈസ് ഇൻ ദ നെയിം ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇഫ് ദ വൈഫ് ഡൈസ് ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് ബി പെയ്ഡ് ടു ഹസ്ബൻഡ്. ഇത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജോയിന്റ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക, ഭാര്യ മരിച്ചു എന്ന് വിചാരിക്കുക, ദ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് ബി പെയ്ഡ് ടു ഹസ്ബൻഡ്. ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന അതായത് ഭാര്യയുടെ ആ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആർക്കാ നേരെ കൊടുക്കുന്ന ബാങ്ക്, ഹസ്ബൻഡിനാണ്. ഇഫ് ദ ഹസ്ബൻഡ് ഡൈസ്, അതായത് ഹസ്ബൻഡാണ് മരിക്കുന്നതെങ്കിൽ ദ ക്രെഡിറ്റ് ബാലൻസ് ഷാൽ ബി പേയബിൾ ടു ദ ഓൾ ലീഗൽ ഹയേഴ്സ് ഇൻക്ലൂഡിംഗ് വൈഫ്. ബാങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന ക്രെഡിറ്റ് ബാലൻസ് ആർക്കാണ് കൊടുക്കുന്നത്, ഹസ്ബൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ഹയേഴ്സിനാണ്. അതിൽ ആരും ഉൾപ്പെടും, ഭാര്യയും ഉൾപ്പെടും. ദെൻ in case the joint account is opened with the instruction either or survivor, the banker is not liable to repay the amount to the legal representative. If fixed or term deposits accounts are opened with either or survivor, the signature of all depositors need not be obtained for payment of the amount of the deposits on the maturity. However, the signature of all the depositors may have to be obtained in case the deposit is to be paid before maturity. The next one is partnership. According to Indian Partnership Act 1932, partnership is the relation between persons who have agreed to share the profit of the business carried on all by any of them acting for all. Before opening an account in the name of partnership firm, the banker has to examine the partnership deed. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കർ എന്ത് എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, പാർട്ട്ണർഷിപ്പ് ഡീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. The banker has to ensure that the number of members does not exceed the prescribed limit is 50. അതായത് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 50-ലധികം ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല. The account should be opened in the name of a firm but not in the name of any partner. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിലാണ്, ഒരിക്കലും അതിലുള്ള ഒരു പാർട്ട്ണറിന്റെ പേരിലല്ല. The application to open the account can be submitted by one or more partners, but the banker has to collect the specimen signature of all the partners for future reference. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ 1-2 ആൾക്കാരും പോയാൽ മതിയാവും, പക്ഷേ ആ ആപ്ലിക്കേഷനിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെയും സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. The banker should get a mandate from the partners regarding the operations of the account. It has to mention the name of the partner who are authorized to. അതായത് ഒരു ബാങ്കിൽ എന്തുണ്ടായിരിക്കണം, ഒരു റിട്ടൺ അതോറിറ്റി അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിൽ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഓപ്പറേഷൻസ്, ബാങ്കിങ് ഓപ്പറേഷൻസ് ഒക്കെ ഏത് പാർട്ട്ണറാണ് ചെയ്യാന്നുള്ളതിന് റിലേറ്റഡ് ആയിട്ടും അയാളുടെ പവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു റിട്ടൺ ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കണം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ ചെക്ക്, ആരാണ് ചെക്ക് വിഡ്രോ ചെയ്യുക, അതേപോലെ തന്നെ ആരാണ് മണി ബോറോ ചെയ്യുക, ടു മേക്ക് ആക്സെപ്റ്റ് ബിൽ എക്സ്ചേഞ്ച് ആൻഡ് പ്രൊമിസറി നോട്ട്, ആരാണ് ബില്ലും അതേപോലുള്ള പ്രൊമിസറി നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യുക, അതേപോലെ തന്നെ ടു മോർഗേജ് ഓർ സെൽ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു റിട്ടൺ ഡോക്യുമെന്റ് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. On receipt of the notice of the insolvency of the firm, the account must be stopped immediately. അതായത് ഫേം ഇൻസോൾവെന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ബാങ്കിന്റെ എല്ലാ ഇതും എന്ത് ചെയ്യും, ഓപ്പറേഷൻസും സ്റ്റോപ്പ് ചെയ്യും. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് മസ്റ്റ് ബി ഹാൻഡഡ് ഓവർ ടു ദ ഒഫീഷ്യൽ റിസീവർ. ബാക്കി ബാങ്കിൽ ബാലൻസ് ഉണ്ടായിരുന്ന എമൗണ്ട് ഒക്കെ അതിന്റെ ഒഫീഷ്യൽ റിസീവേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ പാർട്ണർ ബിക്കം ഇൻസോൾവെന്റ്, he ceased to be partner of the firm. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയി എന്ന് വിചാരിക്കില്ല, പാപ്പരായി എന്ന് വിചാരിക്കും. ഇൻ ദിസ് കേസ് ഇറ്റ്സ് ബെറ്റർ ടു ക്ലോസ് ദ ഫേംസ് അക്കൗണ്ട് ആൻഡ് ദെൻ ഓപ്പൺ എ ന്യൂ അക്കൗണ്ട്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ട്ണർ ഉണ്ടാവണമെന്നില്ല ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു പഴയ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, പുതുതായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. A partnership firm will be dissolved on the death or retirement of a partner. If there is any credit balance in the account, remaining partners can constitute to operate the account by giving a fresh mandate to the bank. Then joint stock company. It is an artificial person registered under the Companies Act. Joint stock company can enter into a valid contract. While opening an account in the name of the company, the banker has to examine the following document. അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഒരു ബാങ്കർ എന്ത് കാര്യങ്ങൾ എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കേഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ. അതായത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ചെക്ക് ചെയ്യണം.
സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, അതായത് പബ്ലിക് ആണോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതായത് ടു നോ ദ പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്, സ്കോപ്പ് ഓഫ് ബോറോയിങ്, അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സിന്റെ പവർ, അതേപോലെ തന്നെ എത്രയാണ് ബോറോ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയാണെന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. Ask a copy of board's resolution on appointing him as a banker. It is the duty of the banker to see the company's borrow only to the purpose of stated in the memorandum. എപ്പോഴും ബാങ്കറിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ദ കമ്പനീസ് ബോറോസ് ഓൺലി ദ പർപ്പസ് ഓഫ് സ്റ്റേറ്റഡ് ഇൻ ദ മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണോ എമൗണ്ട് ബോറോ ചെയ്യുന്നതെന്നുള്ള കാര്യം ബാങ്കർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് എ വൈൻഡിംഗ് അപ്പ് റെസൊല്യൂഷൻ നോട്ടീസ് ഈസ് റിസീവ്ഡ്, ദ ബാങ്കർ ഷുഡ് നോട്ട് ഹോണർ ചെക്സ് ഡ്രോൺ ബൈ ദ ഡയറക്ടേഴ്സ് അൺലെസ് അതോറൈസ്ഡ് ഇൻ GM. ഇപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക, അതായത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് വിചാരിക്കും. ഒരിക്കലും ബാങ്കർ അതിനുശേഷം എന്ത് ചെയ്യാൻ പാടില്ല, ചെക്കൊന്നും ഹോണർ ചെയ്യാൻ പാടില്ല. അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, GM ജനറൽ മാനേജറിന്റെ ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്യൂ ചെയ്യാവൂ. ദ ബാങ്കർ ഷുഡ് നോട്ട് അലൗ ഡയറക്ടേഴ്സ് ടു ഡെപ്പോസിറ്റ്സ് മണി ഓർ ചെക്ക് ഇൻ ദർ പേഴ്സണൽ അക്കൗണ്ട്. ഒരിക്കലും ബാങ്കർ എന്ത് ചെയ്യാൻ പാടില്ല, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഡയറക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ അവരുടെ മാനേജേഴ്സിന്റെയോ ഒന്നും പേഴ്സണൽ അക്കൗണ്ടിൽ മണിയോ ചെക്കൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദ ബാങ്കർ ഷുഡ് ബി വെരി കെയർഫുൾ ബൈ ഗ്രാൻഡിങ് ലോൺ ടു പ്രൈവറ്റ് കമ്പനീസ്. ബാങ്കർ പ്രൈവറ്റ് കമ്പനീസിന് ലോൺ കൊടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. Then next one is trustees. A trustee is a person to whom the management of a property is entrusted by one in trust for the benefit of another. ട്രസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതാളുടെ പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ഇവരെയാണ് എന്ത് പറയുന്നത്, ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ് ദ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഈസ് കോൾഡ് ദ ബെനിഫിഷ്യറി. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതാണ് എന്ത്, ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. അവരുടെ ആ അപ്പോയിന്റ് ചെയ്യുന്ന ഇതിനെ പറയുന്നതാണ് എന്ത്, ബെനിഫിഷ്യറി. ദ പേഴ്സൺ ഹു ക്രിയേറ്റ് ട്രസ്റ്റ് ഈസ് കോൾഡ് സെറ്റ്ലർ. ദ ഡോക്യുമെന്റ് ബൈ വിച്ച് ദ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഈസ് കോൾഡ് ട്രസ്റ്റ് ഡീഡ്. അതായത് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്, ട്രസ്റ്റ് ഡീഡ്. ദ ബാങ്ക് ഷുഡ് thoroughly examine the trust deed in order to ascertain terms and conditions behind its formation. അതായത് ബാങ്ക് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന ബാങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബാങ്കർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ട്രസ്റ്റ് ഡീഡ് നല്ലപോലെ എൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് 2 or more trustees, the banker should collect clear instructions regarding the persons responsible to operate the trust account. അതായത് കുറെ ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ ആരാണ് ബാങ്കിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാന്നുള്ളതിൽ തീരുമാനം ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദ ബാങ്കർ ഷുഡ് ടേക്ക് ഓൾ പ്രിക്കോഷൻസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബെനിഫിഷ്യറീസ്. ബാങ്കർ ബെനിഫിഷ്യറീസിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് 1 or more trustee dies or retire, transaction may be allowed as per the deed. അയാ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും 1 or 2 so the banker should take all precautions to protect the interest of the beneficiaries. If 1 or more trustee dies or retire, transaction may be allowed as per the deed. Then club, association of person and charitable societies. It covers various clubs, religious institutions, charitable institutions, libraries, schools, educational institutions and other non-trading organizations engaged in rendering services to the society. ഈ സമൂഹത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ളതിന്റെ ബാങ്കുമായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. The banker has to see that the society is properly incorporated or registered. ആ സൊസൈറ്റി പ്രോപ്പർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ബാങ്കർ മെൻഷൻ നോക്കിയിട്ടുണ്ടായിരിക്കണം. ദ ബാങ്ക് ഷുഡ് ഗെറ്റ് എ കോപ്പി ഓഫ് ബൈലോ ഓഫ് ഗവേണിംഗ് ഇറ്റ്സ് ആക്ടിവിറ്റി. ബാങ്കിന് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ഈ ഇത്തരം പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ അതായത് ക്ലബ്ബോ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ചാരിറ്റബിൾ സൊസൈറ്റിയോ ഒക്കെ ബാങ്കിൽ ഒരു അക്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കിന് അവരുടെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ബൈലോ കൊടുത്തിട്ടുണ്ടായിരിക്കണം. The banker should get a resolution passed by the managing committee. The name of person or person authorized to operate the account must be mentioned in the resolution. അതേപോലെ തന്നെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ റെസൊല്യൂഷനിൽ എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ആരാണ് ബാങ്കിന്റെ കാര്യങ്ങളും ഇതൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. The banker should ascertain the borrowing powers of the society from the bylaw. അതേപോലെ തന്നെ ബോറോയിങ് പവേഴ്സിന്റെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളതും ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദ ബാങ്കർ ഹാസ് ടു എൻഷുർ ദാറ്റ് ദ സൊസൈറ്റീസ് ഫണ്ട് ആർ നോട്ട് ട്രാൻസ്ഫർ ടു ദ പ്രൈവറ്റ് അക്കൗണ്ട് ഓഫ് മെമ്പേഴ്സ്. അതായത് ബാങ്ക് എന്ത് എൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫണ്ടൊക്കെ പ്രൈവറ്റ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടെ എൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കണം.
Then next one, lunatics. A lunatic is a person who lacks understanding, power and rational judgment. അതായത് ഒരു മെന്റലി ഓക്കെ അല്ലാത്ത, അതായത് മാനസികമായിട്ട് അത്ര ഓക്കെ അല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലുനാറ്റിക് പേഴ്സൺ എന്ന് പറയുന്നത്. who lacks understanding, power. He is a person of unsound mind, not competent into a valid contract. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ആ ഒരു പേഴ്സൺ വിത്ത് അൺസൗണ്ട് മൈൻഡ് ഉള്ള ഒരാൾക്ക് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. when the banker receive a notice of customers lunacy, he must stop the entire operations of the account until the proof of the customer's recovery is received. അതായത് ബാങ്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ ലുനാറ്റിക് ആണെന്നുള്ള പ്രൂഫ് ബാങ്കിന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഓപ്പറേഷൻസും ബാങ്ക് സ്റ്റോപ്പ് ചെയ്യും. ദ ബാങ്കർ ക്യാൻ allow all checks issued by him before the banker gets the notice of lunacy. When a receiver is appointed by the court for lunatic person, the banker can honor the check issued by such a receiver. അതായത് ബാങ്കർ ക്യാൻ allow all checks issued by him before the banker get the notice of lunacy. Then drunkard. A drunkard is a person who is not intoxicated and is incapable of understanding the nature of the contract. ഡ്രങ്കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മദ്യപിച്ച ആൾക്കാരെയല്ല പറയുന്നത്, അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ നടക്കുന്ന ആൾക്കാരെയാണെന്ന് പറയുന്നത് ഡ്രങ്കാർഡ്സ് എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് entered into by a drunkard person is void. It is advisable for the banker not to allow a person to open or operate account when he is a fully drunk. ഒരിക്കലും ഒരു fully drunkard പേഴ്സണിന് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും പറ്റത്തില്ല. The next one is Pardhanashin woman. Pardhanashin woman is a woman who wears parda and observes complete seclusion from the members of the public as per the customs of her community. അതായത് അവരുടെ കസ്റ്റമേഴ്സിന്റെയും കമ്മ്യൂണിറ്റിന്റെയും പ്രകാരമായിട്ട് അതായത് മുഖം മറച്ച് നടക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പർദ്ദ പോലെയുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഷോളോ ഒക്കെ മറച്ച് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മെയിനായിട്ട് ഈ കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ ഹെർ ഐഡന്റിറ്റി. ബാങ്കറിന് അവരുടെ മുഖം അല്ലെങ്കിൽ ഫേസ് ഐഡന്റിറ്റി അസർട്ടൈൻ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്, വെരി ഡിഫിക്കൽട്ടാണ്. ഷീ ഈസ് ലീഗലി കോമ്പറ്റഡ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. പക്ഷെ അവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, അങ്ങനെ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കോൺട്രാക്റ്റിലൊന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള റൂളൊന്നുമില്ല. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്. വൈൽ ഓപ്പണിംഗ് അക്കൗണ്ട് ഇൻ ഹെർ നെയിം, ദ സിഗ്നേച്ചർ ഷുഡ് ബി ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ എ റെസ്പോൺസിബിൾ പേഴ്സൺ, ഗാർഡിയൻ ഓർ ഹസ്ബൻഡ്. അവർ ബാങ്കിൽ ഒരു അക്കൗണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ദ സിഗ്നേച്ചർ ഷുഡ് ബി ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ എ റെസ്പോൺസിബിൾ പേഴ്സൺ. അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻ എന്ത് ചെയ്യണം, അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഇന്നയാളാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റസ്റ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദ ബാങ്ക് ഷുഡ് ഓൾസോ ഒബ്റ്റെയിൻ ഫോട്ടോഗ്രാഫ് ഓഫ് പർദനാഷിൻ വുമൺ. അതേപോലെ തന്നെ ബാങ്ക് എന്ത് ചെയ്യണം, ഫോട്ടോഗ്രാഫും കൂടി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. So the next one is executors and administrators. These are persons who are appointed to conduct the affairs of a person after his death. അതായത് എക്സിക്യൂട്ടീവ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളും അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങളും അതേപോലെയുള്ള അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നവരെയാണെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ്സ് ഈസ് അപ്പോയിന്റഡ് ബൈ വിൽ ആൻഡ് ഹിസ് അതോറിറ്റി ആൻഡ് പവർ വിൽ ബി മെൻഷൻഡ് ഇൻ ദ വിൽ. ഇപ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുന്നേ, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നയാളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വില്ല് എഴുതി വെക്കുവാണെങ്കിൽ പിന്നെ അയാളുടെ ബാങ്കിന്റെ ഓപ്പറേഷൻസ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ആളായിരിക്കും ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റർ മേ ബി അപ്പോയിന്റഡ് ബൈ ദ കോർട്ട് ആൻഡ് ഹിസ് പവർ ആർ കൺട്രോൾഡ് ബൈ ലോ. ചില സമയത്ത് ഇതേപോലെയുള്ള അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും, കോർട്ടും അപ്പോയിന്റ് ചെയ്യും നിയമപ്രകാരം. ഓൺ ഡെത്ത് ഓഫ് എ കസ്റ്റമർ ദ ബാങ്കർ ഷുഡ് സ്റ്റോപ്പ് പേയ്മെന്റ് ഫ്രം ഹിസ് അക്കൗണ്ട്. ഈവൻ ആ എക്സിക്യൂട്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ദ ബാങ്കർ ഷുഡ് സ്റ്റോപ്പ് പേയ്മെന്റ് ഫ്രം ഹിസ് അക്കൗണ്ട്. അതായത് എക്സിക്യൂട്ടറോ അല്ലെങ്കിൽ ആ വില്ല് എഴുതി വെച്ച ആളോ ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, അക്കൗണ്ട്സ് അവരുടെ ബാങ്കിങ് ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. The executors or administrators are allowed to operate the account of the deceased only after producing the will or letter of authorization. The banker should protect the money of the deceased person. Transfer of money to the personal account of executors will not be allowed. അതായത് ഒരിക്കലും ഒരു പേഴ്സണൽ അക്കൗണ്ട് എക്സിക്യൂട്ടറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് അലൗ ചെയ്യില്ല. ഇൻ ഓർഡർ ടു സാങ്ഷൻ എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഈസ് നീഡഡ്. ഈവൻ ആ ബില്ലിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടറിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ലോണോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കോർട്ടിന്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം.
The next one is local authorities. Local authorities may include panchayat, municipality, etc. Local authority എന്ന് പറയുന്നത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഒക്കെ എന്താണ് ലോക്കൽ അതോറിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. ബാങ്കർ ഷുഡ് എക്സാമിൻ ദ സ്റ്റാറ്റ്യൂ ഓഫ് ദ അതോറിറ്റി ഇൻ ഡീറ്റെയിൽ. അതായത് ആ അതോറിറ്റിയുടെ സ്റ്റാറ്റസ് നമ്മൾ ബാങ്കർ നല്ലപോലെ എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബാങ്കർ ഷുഡ് അസർട്ടൈൻ ദ ഓഫീസ് ബിയറേഴ്സ് of the authority authorized to operate the account. The account should not open in the name of office bearers. ഒരിക്കലും ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസ് ബിയറേഴ്സിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. The banker should get a certified copy of the resolution passed by the local authority authorizing to operate the account. The next one is illiterate persons. An illiterate person is one who cannot read and write. വായിക്കാൻ എഴുതാൻ അറിയാത്ത ആൾക്കാരെയാണ് illiterate person എന്ന് പറയുന്നത്. He is legally capable of entering to a valid contract. അയാൾക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. The banker has to collect the thumb impression of the illiterate person instead of signature. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സിഗ്നേച്ചർ അല്ല വാങ്ങുന്നത്, തമ്പ് ഇംപ്രഷൻ ആണ് വാങ്ങുന്നത്. It is advisable to affix a duly attested photograph on the application form to open the account. അതേപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫും കൂടി അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ. He is allowed to withdraw money only when he is personally present and affix his thumb impression. അതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് മണി വിഡ്രോ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ പറ്റുള്ളൂ, സ്വന്തമായിട്ട് ബാങ്കിൽ ചെന്ന് തമ്പ് ഇംപ്രഷൻ വെച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. So these are the special type of customers of a bank. So this is all about today's session. Thank you for watching this video.